വേനൽ ചൂടിൽ ചുവപ്പണിഞ്ഞ് വഴിയോരങ്ങൾ. കണ്ണിന് വിരുന്നായി ഗുൽമോഹർ വസന്തം. കത്തുന്ന വേനൽ ചൂടിൽ കേരളം വെന്തുരുകുമ്പോഴും പ്രകൃതിയുടെ സ്നേഹസ്പർശമായി വഴിയോരങ്ങളിൽ ഗുൽമോഹറുകൾ പൂത്തുലയുന്നു. നാടും നഗരവും ഒരുപോലെ വരൾച്ചയുടെ പിടിയിലമരുമ്പോൾ കടും ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ കുടനിവർത്തി നിൽക്കുന്ന ഈ മരങ്ങൾ കാഴ്ചക്കാർക്ക് മനസ്സിനും കണ്ണിനും ഒരുപോലെ ഉന്മേഷമാണ് പകരുന്നത്. ഇലകൾ പൂർണ്ണമായും കൊഴിഞ്ഞു പൂക്കൾ മാത്രം അവശേഷിക്കുന്ന ഗുൽമോഹർ മരങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ തീ പിടിച്ചതുപോലെയാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ തീപ്പുമരം എന്നും ഇതിനു പേരുണ്ട്. പാതയോരങ്ങളിലും ക്യാമ്പസുകളിലും ചുവന്ന ഇതളുകൾ വീണുകിടക്കുന്നത് പ്രകൃതി ഒരുക്കിയ ചുവന്ന പരവതാനി പോലെ മനോഹരമായ കാഴ്ചയാണ്. മലയാളികളുടെ ഗൃഹാതുരത്വത്തിലും സാഹിത്യത്തിലും ഗുൽമോഹറിന് വലിയ സ്ഥാനമാണുള്ളത്. വിദ്യാലയങ്ങളിലെ അവധിക്കാലത്തിന് തൊട്ടുമുൻപ് പൂക്കുന്നത് കൊണ്ട് തന്നെ ക്യാമ്പസ് പൂക്കൾ എന്നും ഇതിന് വിശേഷണമുണ്ട്. സൗഹൃദങ്ങളുടെയും പ്രണയത്തിന്റെയും വേർപിരിയലുകളുടെയും സാക്ഷിയായി ഗുൽമോഹർ മരങ്ങൾ എന്നും തലയുയർത്തി നിൽക്കുന്നു. കവികളും എഴുത്തുകാരും ഈ ചുവന്ന പൂക്കളെ തങ്ങളുടെ രചനകളിൽ വിരഹത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകങ്ങളായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഗുൽമോഹർ പൂർണ്ണമായി പൂത്തുനിൽക്കുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം പലയിടങ്ങളിലും നേരത്തെ തന്നെ ഇവ പൂവിട്ടു തുടങ്ങുന്നത് പ്രകൃതി സ്നേഹികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എങ്കിലും ചുട്ടുപൊള്ളുന്ന തമിഴ്നാട് അതിർത്തികളിൽ നിന്നും മറ്റും കേരളത്തിലേക്കെത്തുന്ന യാത്രക്കാർക്ക് തണലായും ആശ്വാസമായും ഈ മരങ്ങൾ ഇന്നും നിലകൊള്ളുന്നു. മഡഗാസ്കർ സ്വദേശിയായ ഈ മരം ലോകമെമ്പാടും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ തണൽ വൃക്ഷമായി വളർത്തുന്നുണ്ട്. ശാസ്ത്രീയമായി ഡെലോനിക്സ് റീജിയ എന്നറിയപ്പെടുന്ന ഈ മരം വെറുമൊരു അലങ്കാരം മാത്രമല്ല, കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യാനും അന്തരീക്ഷ താപനില കുറയ്ക്കാനും വലിയ പങ്കു വഹിക്കുന്നുണ്ട്. വേനൽ കടുക്കുമ്പോഴും തളരാതെ പൂത്തുനിൽക്കുന്ന ഗുൽമോഹറുകൾ അതിജീവനത്തിന്റെ വലിയൊരു സന്ദേശം കൂടിയാണ് നമുക്ക് നൽകുന്നത്. ഈ വസന്തകാലം അവസാനിക്കുന്നതിന് മുൻപ് ഒരു ഗുൽമോഹർ ചുവട്ടിലിരുന്ന് ആ ഭംഗി ആസ്വദിക്കാത്തവർ ചുരുക്കമായിരിക്കും.